ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 8 സംസ്ഥാനങ്ങളും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം, ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഒന്നുകൂടി പറയാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി കോഡുണ്ട്. ഇത് ഒത്തിരി നാളായി PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കോഡാണ്. കോഡ് ഇത്രയേ ഉള്ളൂ. MD യും MGR ഉം JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. MD യും MGR ഉം JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. ഇതിൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസോറാം, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് സംസ്ഥാനം, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ സംസ്ഥാനം, അതുപോലെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാള്. ഒന്നുകൂടി പറയുവാണേ കോഡ് MT യും MGR ഉം JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കോഡാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര, അടുത്ത M എന്തെന്ന് ചോദിച്ചാൽ അത് മിസോറാം ആണ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, അതുപോലെ B എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഗാന്ധിജിയാണ്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് മുദ്രാവാക്യം ഉയർത്തിയതാരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷാണ്. അപ്പോ അരവിന്ദ ഘോഷാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രത്തിന് ജീവശ്വാസം, രാഷ്ട്രീയം എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി ആരാണ്? അരവിന്ദനാണ്. പഠിച്ചു വെക്കുക. രാഷ്ട്രത്തിന്റെ ജീവശ്വാസം രാഷ്ട്രീയമാണ് എന്ന് വിചാരിച്ചിരുന്ന വ്യക്തി ആരാണ്? അരവിന്ദനാണ്. ഇത് കോഡിന് വേണ്ടി പറഞ്ഞതാണ്, ഓർത്തു വെക്കുക. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. വിവേകമുള്ളവന്റെ മാംസം ഇരുമ്പ് പോലെയും ഞരമ്പ് ഉരുക്ക് പോലെയും ഇരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക. വിവേകമുള്ളവന്റെ മാംസം ഇരുമ്പ് പോലെയും അതുപോലെ ഞരമ്പ് ഉരുക്ക് പോലെയും ഇരിക്കുമെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോ ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ദയാനന്ദ സരസ്വതി. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വീരേശലിംഗം പന്തുലു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗം പന്തുലു. വിദ്യാസമ്പന്നരായി കഴിഞ്ഞാല് അവർക്ക് എന്താണ്? വീരന്മാരാകാൻ കഴിയും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്താവാം? വീരന്മാരാകാം എന്നങ്ങ് പഠിച്ചു വെക്കുക. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തുലു. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പറഞ്ഞത് ആനി ബസന്റ് ആണ്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പറഞ്ഞത് ആനി ബസന്റ് ആണ്. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് മഹാദേവ ഗോവിന്ദ് റാനഡയാണ്. മറക്കരുത്, MG റാനഡയാണ്. പഠിച്ച ഓരോ ആളുകളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളുകളെ വീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഗോവിന്ദ റാനഡയാണ് അല്ലെങ്കിൽ MG റാനഡയാണ്. അപ്പൊ മഹാനായ വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ. പഠിച്ച ഒരാള് പഠിക്കാത്ത ഒരാളെ കൂടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡയാണ്. ഓർത്തു വെച്ചിരിക്കുക. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൽക്കരിയാണ്. പഠിക്കുക. ഭൂമിയിൽ
ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? കൽക്കരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. പഠിച്ചു വെച്ചോളെ, 2024 കണക്ക് പ്രകാരമാണ് കേട്ടോ. 2024 കണക്ക് പ്രകാരമാണ് പറഞ്ഞത്. പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് കാണും. ഉത്തരം ശരിയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഇപ്പോഴാരാണ്? ജാർഖണ്ഡ് ആണ്. രണ്ടാം സ്ഥാനം ഒഡീഷ. രണ്ടാം സ്ഥാനം ആരാണ്? ഒഡീഷ. മൂന്നാം സ്ഥാനമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ്. നാലാം സ്ഥാനം ബംഗാള്. പഠിച്ചു വെക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ്. 2024 കണക്ക് പ്രകാരമാണ് നമ്മൾ ഇത് പറഞ്ഞത്. രണ്ടാം സ്ഥാനം ഒഡീഷ, മൂന്നാം സ്ഥാനം ഛത്തീസ്ഗഡ്, നാലാം സ്ഥാനം ബംഗാളാണ്. ഇന്ത്യയുടെ കൽക്കരി ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. പഠിച്ചു വെച്ചോളെ, ഇന്ത്യയുടെ കൽക്കരി ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. ഇന്ത്യയുടെ കൽക്കരി ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിൽ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കരിയാണ്. ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കരിയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി പാഠങ്ങൾ പഠിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ജാറിയ ജാർഖണ്ഡ്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ജാറിയ ജാർഖണ്ഡ്. റാണിഗഞ്ച് ബംഗാള്. റാണിഗഞ്ച് എവിടെയാ സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ? ബംഗാള്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ്. ഹിംഗിരി ഒഡീഷ. ഹിംഗിരി ഒഡീഷ. നെയ്വേലി തമിഴ്നാട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. നെയ്വേലി തമിഴ്നാട്. കമ്പത് മഹാരാഷ്ട്ര. കമ്പത് എവിടെയാണ്? മഹാരാഷ്ട്ര. ലെസോ ആസാം. ലെസോ ആസാം. ലെസോ ആസാം, പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ലെസോ ആസാം. ധാരൻഗിരി മേഘാലയ. ധാരൻഗിരി എവിടെയാണ്? മേഘാലയ. കോതകുണ്ഠം അതുപോലെ തന്നെ സിംഹരേണി തെലുങ്കാന. ഇത് രണ്ടും PSC 50 കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. കോതകുണ്ഠവും അതുപോലെ തന്നെ സിംഹരേണിയും തെലുങ്കാനയാണ്. ഇനി സിംഗ്രൗലിയും സോഹൻപൂറും മധ്യപ്രദേശാണ്. സിംഗ്രൗലിയും സോഹൻപൂറും എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇതും 50 കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. ഇതിൽ സിംഹരേണി നല്ലോലെ പഠിച്ചോളണേ, തെലുങ്കാന. അതുപോലെ തന്നെ സിംഗ്രൗലി പഠിച്ചോളണം, എവിടെയാണത്? മധ്യപ്രദേശ്. ഇത് രണ്ടും PSC ചോദിച്ചിട്ട് ഓപ്ഷൻ അത് തെലുങ്കാനയും മധ്യപ്രദേശും തന്നിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് വ്യക്തമായി പഠിക്കുക. സിംഹരേണി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലുങ്കാനയും, സിംഗ്രൗലി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് സംസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി പാഠങ്ങൾ ഒന്നുകൂടി പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ജാറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ് ആണ്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. റാണിഗഞ്ച് ബംഗാള്, കോർബ ഛത്തീസ്ഗഡ്, ഹിംഗിരി ഒഡീഷ, നെയ്വേലി തമിഴ്നാട്, കമ്പത്ത് മഹാരാഷ്ട്ര, ലെസോ ആസാം, ധാരൻഗിരി മേഘാലയ, കോതകുണ്ഠവും സിംഹരേണിയും തെലുങ്കാന, സിംഗ്രൗലി ആണെങ്കിൽ അത് മധ്യപ്രദേശ്, സോഹൻപൂർ ആണെങ്കിൽ അത് എവിടെയാണ്? മധ്യപ്രദേശ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മളെ കയ്യിൽ ഒരു സിമ്പിൾ കോഡ് ഉണ്ട്. ഒരു 6 തവണയെങ്കിലും നിങ്ങൾ കോഡ് ദയവായിട്ട് എഴുതി പഠിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ മറന്നുപോകും സുഹൃത്തുക്കളെ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നമുക്ക് തമിഴ് നെയ് കൊണ്ട് ഹോമം നടത്തിയ KC കമല മേഘാധരനായ ബെന്നിന്റെ റാണിയായി. മറക്കരുത്, കോടെന്താ പറഞ്ഞത്? തമിഴ് നെയ് കൊണ്ട് ഹോമം നടത്തിയ KC കമല മേഘാധരനായ ബെന്നിന്റെ റാണിയായി എന്നങ്ങ് പഠിക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അവന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. തമിഴ് നെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്വേലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്. അപ്പോ നെയ്വേലി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? തമിഴ്നാടാണ്. ഇനി ഹോമത്തിന്റെ HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിംഗിരി ഒഡീഷ. മറക്കല്ലേ, ഹോമത്തിന്റെ HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിംഗിരി ഒഡീഷയാണ്. KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ ഛത്തീസ്ഗഡ്. KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ ഛത്തീസ്ഗഡ്. ഇനി കമല എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? KMLA എന്നാണ് കേട്ടോ. അതുകൊണ്ട് കംല എന്നങ്ങ് വായിച്ചാൽ മതി. കമല എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, കംല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ KM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പത്ത്, അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. അതുപോലെ LA എന്ന് എഴുതിയിരുന്ന അത്
അത് ലെസോയാണ്. അത് ആസാം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെസോയാണ്, അത് ആസാം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. KM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പത്താണ്, മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി മേഘധരനായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരൻഗിരി എവിടെ സ്ഥിതി ചെയ്യുന്നു? മേഘാലയ. മേഘാധരനായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാരൻഗിരി, മേഘാലയ. ഇനി ബെന്നിന്റെ റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണിഗഞ്ച്, അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ബെന്നിന്റെ റാണിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ബംഗാളിലാണ്. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. തമിഴ് നെയ് കൊണ്ട് ഹോമം നടത്തിയ KC കമില്ല മേഘാധരനായ ബെന്നിന്റെ റാണിയായി എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ തമിഴ് നെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്വേലി, തമിഴ്നാട്. ഹോമത്തിന്റെ ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംഗിരി, ഒഡീഷ. KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ, ഛത്തീസ്ഗഡ്. ഇനി കമലേര KM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പത്ത്, മഹാരാഷ്ട്ര. LA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസോ, ആസാമാണ്. അതുപോലെ മേഘാധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാരൻഗിരി, മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ബെന്നിന്റെ റാണിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണിഗഞ്ച്, ബംഗാള്. ഒരു 5 തവണയെങ്കിലും അല്ലെങ്കിൽ ഒരു 6 തവണയെങ്കിലും സുഹൃത്തുക്കൾ ഇത് എഴുതി പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അടുത്തതാണ് ബഹിരാകാശ വാരം എന്തെന്നുള്ളത്. ബഹിരാകാശ വാരം എന്തെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിരുന്നു സ്പുട്നിക് 1. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിരുന്നു സ്പുട്നിക് 1. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ാം തീയതി. വീണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം റഷ്യയാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ബഹിരാകാശ യുഗത്തിലെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ബഹിരാകാശ യുഗത്തിന്റെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര തലത്തിലെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-നാണ്. അപ്പോൾ സ്പുട്നിക് 1 വിക്ഷേപിച്ച 1957 ഒക്ടോബർ 4-ഉം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷമായ 1959 ഒക്ടോബർ 10-ഉം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ബഹിരാകാശ വാരമായിട്ട് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ആചരിച്ചു വരുന്നു. കേട്ടോ സുഹൃത്തുക്കളെ, ഇതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1 PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതി 1957 ഒക്ടോബർ മാസം 4-ആണ്. അതും പ്രീവിയസ് ആയി ചോദിച്ചുള്ള ചോദ്യമാണ്. സ്പുട്നിക് 1 നിർമ്മിച്ച രാജ്യം റഷ്യയാണ്. ബഹിരാകാശ യുഗത്തിന്റെ ആരംഭം എന്നറിയപ്പെടുന്നത് സ്പുട്നിക് 1ന്റെ വിക്ഷേപണമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 10-ആണ്. അങ്ങനെ സ്പുട്നിക് 1 വിക്ഷേപിച്ച ഒക്ടോബർ 4-ഉം അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന ഒക്ടോബർ 10-ഉം കൂടെ ചേർത്തുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ആചരിച്ചു വരുന്നു. പഠിക്കുക. അടുത്തതാണ് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെ പറ്റിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബഹിരാകാശ ഏജൻസിയും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സുഹൃത്തുക്കളെ. ആദ്യത്തേതാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടേതാണ് നമ്മൾ ഇസ്രോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ISRO എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയാണ് ഇന്ത്യക്കുള്ളത്. USA നമുക്ക് എല്ലാവർക്കും അറിയാം, നാസയാണ്. USA നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാസയാണ്. യൂറോപ്പിന്റേതാണ് ESA. യൂറോപ്പിന്റേതാണ് ESA. ജപ്പാന്റേതാണ് ജാക്സ. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജപ്പാന്റേതാണ് ജാക്സ. റഷ്യയുടേതാണ് RSA. റഷ്യയുടേതാണ് RSA. ചൈനയുടേതാണ് CNSA. ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടേതാണ് ISRO. USAയുടേതാണ് നാസ. യൂറോപ്പിന്റേതാണ് ഈസ അല്ലെങ്കിൽ ESA ഈസ. ജപ്പാന്റേതാണ് ജാക്സ അല്ലെങ്കിൽ JAXA ജാക്സ.
റഷ്യയുടേതാണ് RSA, അതുപോലെ ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO, അല്ലെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളത് അല്ലെ സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ISROയുടെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19 അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1 എന്ന് പറയുന്നത്. എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31. എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി ചോദിച്ചാൽ ലൈക്ക എന്ന നായയാണ്. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ. വർഷം 1957. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയാണ്. വർഷം 1957. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി എന്നറിയപ്പെടുന്നത് ISRO അല്ലെങ്കിൽ ഇസ്രോയാണ്. ISRO അല്ലെങ്കിൽ ഇസ്രോയുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975 ഏപ്രിൽ മാസം 19. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എക്സ്പ്ലോറർ 1 എക്സ്പ്ലോറർ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 1958 ജനുവരി മാസം 31. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ്. വർഷം 1957. അടുത്തതാണ് പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവ പവിഴപ്പുറ്റുകളാണ്. കടലിനുള്ളിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകൾ ജീവിവർഗമാണ്. പഠിച്ചോളനെ, പവിഴപ്പുറ്റുകൾ ജീവിവർഗമാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. പല അസുഖങ്ങൾക്കും മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. പല അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് പവിഴപ്പുറ്റുകൾ ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള കടൽ ജീവികളുടെ വാസകേന്ദ്രങ്ങളാണ് പവിഴപ്പുറ്റുകൾ. പലതരത്തിലുള്ള കടൽ ജീവികളുടെ വാസകേന്ദ്രങ്ങളാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു. പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു. പവിഴപ്പുറ്റു വർഷമായി നാം ആചരിച്ചത് 1997 2008 പഠിച്ചോളനെ. പവിഴപ്പുറ്റു വർഷമായി നമ്മൾ ആചരിച്ചത് 1997 2008. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുകളുള്ളത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. അതുപോലെ ഇന്ത്യയിൽ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് ലക്ഷദ്വീപിലാണ്. ഇന്ത്യയിലെ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആനി മസ്കരിനെ പറ്റി. ആരെ പറ്റിയ സുഹൃത്തുക്കളെ? ആനി മസ്കരിനെ പറ്റി. ആനി മസ്കരിന്റെ ജനനം 1902 ജൂൺ മാസം 6. ആനി മസ്കരൻ ജനിച്ചത് എന്നാ സുഹൃത്തുക്കളെ? 1902 ജൂൺ മാസം 6. പിതാവിന്റെ പേര് ഗബ്രിയേൽ. പിതാവിന്റെ പേര് എന്താണ്? ഗബ്രിയേൽ. മാതാവിന്റെ പേര് മറിയം എന്നാണ്. മാതാവിന്റെ പേര് മറിയം എന്നാണ്. ജനിച്ച സ്ഥലം ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല തന്നെയാണ് കേട്ടോ. ജനിച്ച സ്ഥലം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ്. ലോകസഭ മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളി ആനി മസ്കരിനാണ്. ലോകസഭ മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി മസ്കരിനാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോകസഭയിലെത്തിയ ആദ്യത്തെ കേരള വനിത എന്നറിയപ്പെടുന്നത് ആനി മസ്കരിനാണ്. അതിനുശേഷം ഒരൊറ്റ വനിത പോലും ലോക്സഭയിലേക്ക് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പഠിക്കുക. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോകസഭയിലെത്തിയ ആദ്യത്തെ കേരളത്തിലെ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ്. ഒന്നുകൂടി പറയുവാണേ,
ആനി മസ്കിൻ ജനിച്ചത് 1902 ജൂൺ മാസം 6-ാം തീയതി. പിതാവിന്റെ പേര് ഗബ്രിയേൽ എന്നും മാതാവിന്റെ പേര് മറിയം എന്നാണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ ആനി മസ്കിൻ. ലോകസഭ മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആനി മസ്കിൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോകസഭയിലെത്തിയ ആദ്യത്തെ കേരള വനിത ആരെന്ന് ചോദിച്ചാൽ ആനി മസ്കിനാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിത എന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. പഠിക്കുക. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആനി മസ്കിനാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ മലയാളി വനിത ആനി മസ്കിനാണ്. പഠിച്ചോളനെ. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതയായിരുന്നു ആര്? ആനി മസ്കിൻ. എന്നാൽ തിരുക്കൊച്ചിയിലെ ആ സമയത്തുണ്ടായിരുന്ന മന്ത്രിമാർക്കിടയിലെ അഴിമതി കണ്ടുകൊണ്ട് ആ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ മലയാളി വനിത ആരെന്ന് ചോദിച്ചാലും അത് ആനി മസ്കിനാണ്. ശ്രീലങ്കയിലെ കൊളംബോയിൽ സ്ഥിതി ചെയ്യുന്ന സംഘമിത്ര കോളേജിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞേ. ശ്രീലങ്കയിലെ കൊളംബോയിലെ സംഘമിത്ര കോളേജിൽ അധ്യാപിക സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിത ആനി മസ്കിനാണ്. പഠിക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. പരവൂർ ടി.കെ. നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത നവോത്ഥാന നായിക എന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. പരവൂർ ടി.കെ. നാരായണൻ മന്ത്രിസഭയിലെ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത നവോത്ഥാന നായിക ആരാണ്? നമ്മുടെ ആനി മസ്കിനാണ്. ആനി മസ്കിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരം. ആനി മസ്കിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന എവിടെ സുഹൃത്തുക്കളെ? വഴുതക്കാട്, തിരുവനന്തപുരം. ആനി മസ്കിൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അത് പനവിള, വഴുതക്കാട്. രണ്ടും വഴുതക്കാടാണ് കേട്ടോ. പഠിക്കുക. തിരുവനന്തപുരം ജില്ല. ആനി മസ്കിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അത് വഴുതക്കാട്, തിരുവനന്തപുരം. ആനി മസ്കിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ പനവിള, വഴുതക്കാട് തന്നെയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയുവാണേ. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആനി മസ്കിൻ. മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. ശ്രീലങ്കയിലെ കൊളംബോ സംഘമിത്ര കോളേജിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ആദ്യ വനിത ആനി മസ്കിനാണ്. പരവൂർ ടി.കെ. നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കിനാണ്. ആനി മസ്കിൻ സ്ക്വയർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഴുതക്കാട്, തിരുവനന്തപുരം. ആനി മസ്കിന്റെ പ്രതിമ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പനവിള, വഴുതക്കാട്. രണ്ടും വഴുതക്കാട്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ഒത്തിരി സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ അത് മെക്സിക്കോയാണ്. ഓപ്ഷൻ ഇന്ത്യ കാണും. ഇന്ത്യ കൊടുക്കരുത്, തെറ്റും. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇതും PSC ഒരുപാട് തവണ ട്രിക്കിയായി ചോദിച്ച ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ്. ഓപ്ഷനകത്ത് MS സ്വാമിനാഥൻ കാണും. നിങ്ങൾ ഉത്തരം കൊടുക്കരുത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ മാത്രമേ അത് ആരാവുള്ളൂ? MS സ്വാമിനാഥൻ ആവുള്ളൂ. മറക്കല്ലേ. അപ്പോൾ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവും. എന്നാൽ വേൾഡ് ലെവലിൽ, ഗ്ലോബൽ ലെവലിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗുമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടാക്കിയ വിള ഇനം ഗോതമ്പാണ്. PSC പ്രീവിയസ് ചോദ്യം. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ വിളയിനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുത്പാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോനയും അതുപോലെ സോണാലികയും. പഠിക്കണം. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹരിത വിപ്ലവ കാലത്തെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്യാൺ സോനയും അതുപോലെ സോണാലികയുമാണ്. ആരാണ്? സോണാലികയുമാണ്. പഠിക്കുക. MS സ്വാമിനാഥൻ അന്തരിച്ചത് 28 സെപ്റ്റംബർ 2023. കറണ്ട് അഫയേഴ്സ് ആയിട്ട് PSC ചോദിച്ചതാണ്. MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം 28 സെപ്റ്റംബർ 2023. 28 സെപ്റ്റംബർ 2023 ആണ്. പഠിക്കുക. MS സ്വാമിനാഥന്റെ പുസ്തകങ്ങൾ PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി PSC ഉറപ്പായും 2024 LDക്കോ അതുപോലെ തന്നെ LGSനോ നമുക്ക് MS സ്വാമിനാഥന്റെ ഒരു പുസ്തകം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് അത് പഠിക്കുക. ആൻഡ് എവരി ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥന്റെ പുസ്തകമാണ്.
വീറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥന്റെ പുസ്തകമാണ്. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള MS സ്വാമിനാഥന്റെ പുസ്തകമാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്നുള്ള പുസ്തകം. അപ്പോൾ MS സ്വാമിനാഥന്റെ പ്രധാന പുസ്തകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻ എവരിഗ്രീൻ റവല്യൂഷൻ, വീറ്റ് റവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഈ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളത് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ ആണ്. ഇത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള MS സ്വാമിനാഥന്റെ പുസ്തകങ്ങളാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ മെക്സിക്കോയാണ്, അല്ലാതെ ഇന്ത്യയല്ല. അങ്ങനെ തന്നെ പഠിക്കുക. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ അത് മെക്സിക്കോയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഓപ്ഷനകത്ത് MS സ്വാമിനാഥൻ കാണും. നോർമൻ ബോർലോഗ് ഇല്ലെങ്കിൽ നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് കൊടുക്കാം? MS സ്വാമിനാഥന് ഉത്തരം നൽകാം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് നോർമൻ ബോർലോഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും MS സ്വാമിനാഥൻ ഉത്തരം നൽകാവുന്നതാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ വിള ചോദിച്ചാൽ ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ വിള ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോതമ്പാണ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള 2 പ്രധാനപ്പെട്ട ഗോതമ്പിനങ്ങളാണ്. ഒന്ന് കല്യാൺ സോനയും അതുപോലെ സൊണാലികയും. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കല്യാൺ സോനയും അതുപോലെ സൊണാലികയുമാണ് ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ. MS സ്വാമിനാഥൻ അന്തരിച്ചത് 28 സെപ്റ്റംബർ 2023 ഇക്കഴിഞ്ഞ LGS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം ചോദിച്ചു. 28 സെപ്റ്റംബർ 2023 MS സ്വാമിനാഥന്റെ പുസ്തകങ്ങൾ വ്യക്തമായ സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഉറപ്പായും LD അല്ലെങ്കിൽ LGS ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. An evergreen revolution, an evergreen revolution, wheat revolution, wheat revolution, the quest for a world without hunger, a quest for a world without hunger. ഈ quest for a world without hunger എന്നുള്ള പുസ്തകം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കണം. കാരണം PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള MS സ്വാമിനാഥന്റെ പുസ്തകം എന്ന് ചോദിച്ചാൽ ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ ആണ് പഠിക്കുക. സിന്ധു നദിയുടെ ഇടത് ഭാഗത്തെ പോഷക നദികളാണ് ഝലം നദി, ചെനാബ് നദി, രവി നദി, ബിയാസ് നദി, സത്ലജ് നദി. സിന്ധു നദിയുടെ ഇടത് ഭാഗത്തെ പോഷക നദികളാണ് ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികൾ. അതായത് നമ്മുടെ സിന്ധു നദി ഒഴുകി വരുന്ന സമയത്ത് സിന്ധു നദിയുടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ വലത് ഭാഗത്ത് നിന്നും ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും മറ്റു നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു ചെറു നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? വന്നു ചേരുന്നുണ്ട്. അപ്പോ വലത് ഭാഗത്ത് നിന്ന് വരുന്ന നദികളും ഇടത് ഭാഗത്ത് നിന്ന് വരുന്ന നദികളെയും PSC കൃത്യമായിട്ട് വേർതിരിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കും അങ്ങനെ തന്നെ പഠിക്കണം. സിന്ധു നദിയുടെ ഇടത് ഭാഗത്തെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഝലം നദി, ചെനാബ് നദി, രവി നദി, ബിയാസ് നദി, സത്ലജ് നദി. ഇതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. ഇടത് ഭാഗമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് എക്സാമുകൾക്ക് സിന്ധു നദിയുടെ വലത് ഭാഗത്തുള്ള പോഷക നദികളും ചോദിച്ചിരുന്നു. അതുകൊണ്ട് അതുകൂടി നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ പഠിക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സിന്ധു നദിയുടെ പോഷക നദികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിൽ ടെൻഷനും വേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. കോഡ് ഇത്രയേ ഉള്ളൂ: സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. കോഡ് എന്താ സുഹൃത്തുക്കളെ? സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയാൻ സുഹൃത്തുക്കളെ: സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സിന്ധുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദി തന്നെയാണ്. സിന്ധുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദി തന്നെയാണ്. JCBയുടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഝലം നദി. JCBയുടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഝലം നദി. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനാബ് നദി. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനാബ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. ഇനി ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ലജ് നദിയാണ്. ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ലജ് നദിയെ സൂചിപ്പിക്കുന്നു. ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ലജ് നദിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ രവിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി നദിയെ സൂചിപ്പിക്കുന്നു. രവിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി നദിയെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി കോഡ് പറയുവാണെങ്കിൽ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചിരിക്കുക. സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി. കോഡ് എന്താണ്? സിന്ധുവിന്റെ JCB ലജ്ജയുള്ള രവിക്ക് നൽകി എന്നങ്ങ് പഠിക്കുക. ഇതിൽ സിന്ധുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിയെ സൂചിപ്പിക്കുന്നു. JCBയുടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഝലം നദിയാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനാബ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. ഇനി ലജ്ജയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ലജ് നദിയാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ സത്ലജ് നദിയാണ്. അതുപോലെ തന്നെ
രവിക്ക് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രവി നദിയാണ് പഠിക്കുക. അപ്പോ സ്ഥിരം PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിന്ധു നദിയുടെ ഇടതുവശത്തുള്ള എല്ലാ പോഷക നദികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സിന്ധു നദിയുടെ വലതുവശത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ഷോക്ക് റിവർ. എന്താണ് ഷോക്ക് റിവർ അല്ലെങ്കിൽ ഷോക്ക് നദി? നുബ്ര നദി, ഷിഗർ നദി, ഗിൽജിത്ത് നദി, ഹൻസ അല്ലെങ്കിൽ ഹുൻസ നദി. രണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹുൻസ നദി എന്ന് പറയാം, നമുക്ക് ഹൻസ നദി എന്ന് പറയാം. അപ്പോ സിന്ധു നദിയുടെ വലതുവശത്തുള്ള പ്രധാനപ്പെട്ട പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാല് ഷോക്ക് നദി, നുബ്ര നദി, ഷിഗർ നദി, ഗിൽജിത്ത് നദി, അതുപോലെ ഹുൻസ നദി പഠിക്കണേ. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സിന്ധു നദിയുടെ വലത്തുവശത്ത് നിന്നും വന്നു ചേരുന്ന പോഷക നദികൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന പോഷക നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഷോക്ക് നദിയുണ്ട്, നുബ്ര നദിയുണ്ട്, ഷിഗർ നദിയുണ്ട്, ഗിൽജിത്ത് നദിയുണ്ട്, ഹുൻസ നദിയുണ്ട് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. പ്രധാനപ്പെട്ട സിന്ധു നദിയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമുള്ള പോഷക നദികൾ മൊത്തം നമ്മൾ ഇവിടെ പഠിക്കും. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ ഒരു ഈസി കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സിന്ധു നദിയുടെ വലതു ഭാഗത്തുള്ള എല്ലാ പോഷക നദികളും ലഭിക്കുന്നതാണ്. കോഡ് ഇത്രയുള്ളൂ. NSG കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. NSG കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. NSG കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. ഇതിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബ്ര നദി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഗർ നദി, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽജിത്ത് നദി, ഹൻസയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുൻസ നദിയാണ്. ചില സ്ഥലത്ത് ഹൻസ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും കേട്ടോ. ഹൻസയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുൻസ നദി. അതുപോലെ ഷോക്ക് ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് നദി. ഷോക്ക് ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് നദി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. NSG കാരനായ ഹൻസയ്ക്ക് ഷോക്ക് ഏറ്റു എന്നങ്ങ് പഠിക്കുക. ഇതിൽ NSGയിലെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബ്ര നദി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഗർ നദി, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽജിത്ത് നദി, ഹൻസയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുൻസ നദി, അതുപോലെ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് നദി പഠിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവന് ഇത് കോഡ് രൂപത്തിൽ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തന്നത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത്രയും ഭാഗം പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.